ഹലോ ഈസ് എല്ലാവരും സുഖമായി ഹാപ്പി ആയിരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളിവിടെ ഹാപ്പി ആയി പോകുന്നുണ്ട്. ഇന്ന് ഞങ്ങളൊരു യാത്ര പോകാമെന്ന് കൊറോണേൻ്റെ സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആ സമയത്ത് നമുക്ക് ബോർഡർ കടന്ന് എങ്ങോട്ടും പോകാൻ പറ്റില്ല. ബോർഡർ കടന്നല്ല, തൊട്ടപ്പുറത്തിലെ വീട്ടിലേക്ക് പോലും പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നല്ലോ. അപ്പോൾ അന്ന് നമ്മളത് പെൻഡിങ്ങിൽ വെച്ചു. ഇന്നിപ്പോൾ അതിനൊരു സാഹചര്യം വന്നിട്ടപ്പോൾ നമ്മൾ പോവാന്ന്. ഇന്നലെ രാത്രി ഗൗരിക്ക് നല്ല പനിയായിരുന്നു, നല്ല ടെമ്പറേച്ചർ ആയിരുന്നു. അപ്പോൾ നമ്മൾ പനിയുടെ മരുന്നെല്ലാം കൊടുത്തിട്ട് ഇന്നിപ്പോൾ കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ രാത്രി ഒരു 2-3 മണി രാത്രിയല്ല, പുലർച്ചെ 2-3 മണി വരെ ഒന്നും നമ്മൾ ഉറങ്ങിയിട്ടേ ഇല്ല. ഈ പനി കാരണം തുണി നനച്ചിട്ടുകൊണ്ടും പിന്നെ മരുന്ന് കൊടുത്തുകൊണ്ടും അങ്ങനെ എല്ലാം ആയിരുന്നു. പിന്നെ അമ്മയും വരുന്നുണ്ട് പെരിയെന്ന്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള യാത്രയായിരുന്നില്ലേ, അതുകൊണ്ടാണ് ക്യാൻസൽ ചെയ്യാത്തത്. അങ്ങനെ അത് അമ്മേനെയും കൂട്ടിയിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. വീട്ടിലൊന്ന് കയറിയതേ ഇല്ലൂ, നമ്മൾ ഇറങ്ങാൻ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചന്ദ്രഗിരി വഴിയാണ് കാസർഗോഡേക്ക് പോകുന്നില്ല. ഇതിന് കാസർഗോഡ് ടൗണിൽ ഇറങ്ങിയിട്ട് എനിക്ക് ചേട്ടൻ ഒരു ഷർട്ടും കൂടി വാങ്ങിക്കണം. അപ്പോൾ അങ്ങനെ നമ്മളവിടെ സൈഡാക്കിയിട്ട് ഒരു ഷർട്ട് വാങ്ങിക്കാൻ വേണ്ടി വന്നായിരുന്നു. ആ സമയത്ത് ഗൗരിയും അമ്മയും കാറിലായിരുന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴേക്ക് ഗൗരി വോമിറ്റെല്ലാം ചെയ്ത് ആകെ സീനായിരുന്നു. പിന്നെ അതെല്ലാം ഒന്ന് റെഡിയാക്കി നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. കാരണം എന്ന് വെച്ചെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റിയൊരു സാഹചര്യമല്ല. ഇനി അങ്ങോട്ടേക്ക് എനിക്ക് ചേട്ടന് ലീവും കിട്ടൂല. പിന്നെ എനിക്കും നമ്മൾ അമ്പലത്തിലേക്കല്ലേ പോകുന്നത്, അപ്പോൾ എനിക്കും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മരുന്നെല്ലാം കൊടുത്ത്, കയ്യിൽ നമ്മളെല്ലാം സ്റ്റോക്ക് ഉണ്ടായിരുന്നു, മരുന്നെല്ലാം കൊടുത്ത് വീണ്ടും നമ്മൾ യാത്ര തുടർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ തലപ്പാടി ടോൾ ബൂത്തിൽ എത്തിയിട്ടുണ്ട്. എന്തും കുടിക്കാൻ വേണമല്ലോ. അപ്പോൾ നമ്മൾ കർണാടക സ്റ്റേറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോളെല്ലാം കൊടുത്ത് ഇപ്പം ഇങ്ങോട്ട് കടന്നതേ ഇല്ലൂ. സമയം ഏകദേശം 1 മണി ആയിട്ടുണ്ട്. കുറച്ചും കൂടി ദൂരെ പോയാൽ ഫസ്റ്റ് നമ്മൾ മുരുടേശ്വര പോകുന്നില്ലത്. അത് കഴിഞ്ഞിട്ടാണ് അവിടുന്ന് നമ്മൾ നേരെ മൂകാംബിക പോകാന്ന് വിചാരിക്കുന്നുള്ളത്. ഏകദേശം ഒരു 1:45 ഭക്ഷണം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1:45 സൈഡ് എവിടെയെങ്കിലും സ്ഥലം എവിടെയും കിട്ടുമ്പോൾ സൈഡാക്കിയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല ചൂടാണ്. എന്താ പറയുക, ഇന്നലത്തെ ഉറക്കക്ഷീണം കൂടി ഇല്ലതുകൊണ്ട് മുഖമെല്ലാം എന്തോ ഉണ്ട്. ഗൗരി ആകെ ഛർദിയെല്ലാം കഴിഞ്ഞപ്പോൾ ആകെ ടയർഡായിട്ട് നിൽക്കുന്ന. എന്തെങ്കിലും കരിക്കോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാൻ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ആദ്യം കുറച്ച് കരിക്കിന്റെ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഗൗരി വേണമെന്നില്ല. ഇപ്പൊ എന്തെങ്കിലും ഛർദിയെല്ലാം കഴിഞ്ഞോണ്ട് ആകെ ക്ഷീണിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്താ ഏക്കറുണ്ടാവും ഏകദേശം ഒരു 3 മണിക്കൂർ ഉണ്ടാവില്ലേ? നമ്മളിങ്ങനെ മാംഗ്ലൂർക്ക് പോകുന്ന വഴിക്ക് 2-3 സ്ഥലത്ത് ഇങ്ങനെ ദേശീയ പതാക കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൗരി സ്കൂളിൻ്റെ ഓർമ്മയിൽ ജനഗണമന ചൊല്ലിയതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ബോണസായിട്ട് നമ്മൾ സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ മേഗോ താങ്ക് യു മാം ഒക്കെ പറയൂലേ, അതും കൂടി കൂട്ടി ചേർത്തു മാത്രം. കല്ലാപ്പൂ അങ്ങനത്തെ സ്ഥലം ഉണ്ടോ? വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കും വായിക്കേണ്ടത്. കല്ലാപ്പൂ അങ്ങനെ എന്തെങ്കിലും വായിക്കേണ്ടത്. ഇനി അങ്ങോട്ടേക്ക് സ്ഥലത്തിന്റെ പേരെല്ലാം ഭയങ്കര വെറൈറ്റി ആയിരിക്കും. പക്ഷെ നമ്മൾ വായിക്കുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കും, പ്രൊണൗൺസ് ചെയ്യുന്നത് മംഗലാപുരം ഇത് ടച്ച് ചെയ്യുന്ന നമ്മള് പോകുമ്പോ ടൗണിലേക്ക് ഉണ്ടല്ലോ. പോന്നുണ്ടോ? ഇത് കളഞ്ഞില്ലല്ലോ. നമ്മളിപ്പോ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ബാംഗ്ലൂരല്ല, മംഗലാപുരം. ഈ വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് എടുത്താണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒടുക്കത്ത് ചൂടായിരുന്നു കേട്ടോ. അത് നമ്മളെ യാത്രാക്ഷീണം ഡബിളാക്കി. പിന്നെ വിശപ്പെല്ലാം തുടങ്ങി. അങ്ങനെ എവിടെയെങ്കിലും ഇടം കിട്ടുമ്പോൾ സൈഡാക്കിയിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നുള്ളത്. വേണ്ട അങ്ങനെ കുറേ ദൂരം ഓടിയിട്ട് വരുമ്പോൾ ഒരു മരത്തിൻ്റെ സൈഡിലായിട്ട് മരത്തിൻ്റെ തണലിൽ നമുക്ക് സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു വണ്ടി വെക്കാൻ വേണ്ടിയിട്ട്. നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഗൗരിക്ക് ഫുഡൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പൊതിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മായി ഉണ്ടാക്കിയാണ് ഉരുളക്കിഴങ്ങും തക്കാളിയും കൂട്ടിയിട്ടുള്ള വറവും ചമ്മന്തിയും പിന്നെ മാങ്ങാച്ചാറെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ പുറത്തിരുന്ന് അങ്ങനെ കഴിക്കാനുള്ള അങ്ങനെയുള്ള സൗകര്യമൊന്നും ഉണ്ടായിട്ടില്ല. ചോറ് ഒട്ടും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഗൗരിക്ക് മുന്തിരിയാണ് നമ്മൾ കൊടുത്തത്. അവൾ പിന്നെ എന്ത് കഴിക്കുമ്പോൾ ഇങ്ങനെ വോമിറ്റ് ചെയ്യാൻ തോന്നുന്നു എന്ന് പറയുന്നതുകൊണ്ട് അധികം നിർബന്ധിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഇതെങ്കിലും ഇത് കുറച്ച് കഴിക്കുന്നുണ്ട് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിരുന്ന് കഴിക്കുന്നുണ്ട്.
അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. ഗൗരിക്ക് മരുന്നും കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒരു മൂഡ് ഓഫ് ആയിട്ടുള്ള അവസ്ഥയിലായിരുന്നു. കാരണം വെച്ചാൽ കുഞ്ഞിങ്ങനെ ഓരോന്ന് കഴിക്കുന്നതനുസരിച്ച് വോമിറ്റ് ചെയ്യുക, അങ്ങനെ ക്ഷീണമായിട്ട് കിടക്കുക എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് പോകാൻ തന്നെ ഒരു ഇതുണ്ടാവില്ലല്ലോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രിക്ക് ആ പനി ഉണ്ടായി എന്നല്ലാതെ ഈ വോമിറ്റിങ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പം യാത്ര ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം തുടങ്ങിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ പനീൻ്റെതാണോ ഇനി യാത്രേൻ്റെതാണോ ഒന്നും അറിയില്ല. അങ്ങനെ ഇത് നമ്മൾ പോകാൻ കാരണം എന്ന് വെച്ചെങ്കിൽ കൊറോണേൻ്റെ ആ സമയത്തായിരുന്നു ഗൗരീൻ്റെ എഴുത്തിനിരുത്ത്. അങ്ങനെ മൂകാംബികയിൽ നിന്ന് എഴുത്തിനിരുത്താം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് മുമ്പ്. അങ്ങനെ കൊറോണ വന്നിട്ട് നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. അതുകൊണ്ട് നമ്മൾ പള്ളിക്കുന്ന് മൂകാംബികയിൽ നിന്ന് അവളെ എഴുത്തിനിരുത്തി. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി ആഗ്രഹിച്ച സ്ഥലമല്ലേ, അവളെയും കൊണ്ട് പോകാൻ ആഗ്രഹിച്ചതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകുന്നതാണിത്. ഇപ്പോൾ അതിനൊരു സാഹചര്യം കിട്ടിയത് അതുകൊണ്ട് പോകുന്നു. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും പോകേണ്ടി വരുന്നത് നമ്മൾ എന്താ പറയുക മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ നമ്മളത് ആ യാത്ര തുടർന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. മുരുടേശ്വറിലോട്ട് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വഴി അറിഞ്ഞുകൂടാ. അങ്ങനെ ഗൂഗിൾ മാപ്പിലും സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നുള്ളത്. മെയിൻ റോഡിൽ നിന്ന് നമ്മൾ മുരുടേശ്വരത്തേക്കുള്ള ആ ഒരു റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങ് പോകുമ്പോൾ ആ മുരുടേശ്വരത്തേക്കിൻ്റെ ആ ഒരു ഗോപുരം ഉണ്ടല്ലോ, ആ ഒരു ഇപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നില്ലേ നിങ്ങളത്, അത് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലോട്ട് വണ്ടി പോകാം കേട്ടോ. ഉള്ളിലോട്ട് വണ്ടി പോയിട്ട് നമുക്ക് അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങി നടക്കാം. അങ്ങനെ ആ ശിവൻ്റെ പ്രതിമയിലുണ്ടല്ലോ, ഞാൻ ഈ റീൽസിലും അല്ലെങ്കിൽ സിനിമയിലെല്ലാം ഇത് കണ്ടിട്ടില്ലോ, ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇതിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു ഫീലിംഗ്. അത് പോയാൽ ശരിക്കും അത് മനസ്സിലാവും. ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്, വല്ലാത്തൊരു ഫീലിംഗാണ്. അപ്പം അങ്ങനെ അതിൻ്റെ ഉള്ളിലൊരു അമ്പലമുണ്ട് കേട്ടോ. അവിടെ പോയി പ്രാർത്ഥിച്ച് നമ്മളിതിന് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം പോലെ, പ്രദക്ഷിണം എന്നല്ല ജസ്റ്റ് കുറേ കാണാനുണ്ട്. ഒരു സൈഡിൽ കടലെല്ലാം കണ്ടിട്ടില്ലേ, അപ്പം അങ്ങനെ ഓരോരോ ഭാഗത്തേക്കും ഓരോന്നോരോന്ന് കാണാനുണ്ട്. അങ്ങനെ നമ്മൾ ചുറ്റും നടന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കുകയെല്ലാം ചെയ്തു. വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല, എന്നാൽ ഒട്ടും തിരക്ക് കുറവും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു അണ്ണാൻ ആടെ ഉണ്ടായതാണ്. ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ കണ്ടതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. അത് വന്നിട്ട് പിന്നെ താഴെയെല്ലാം കുറച്ച് ആൾക്കാരെ കണ്ടിട്ടൊന്നും വലിയ പേടിയൊന്നുമില്ല. താഴെ കുറച്ച് നേരം അങ്ങ് കറങ്ങിയടിച്ചിട്ട് പിന്നെ മുകളിലൂടെ ശിവൻ്റെ പ്രതിമേൻ്റെ അങ്ങോട്ടേക്ക് തന്നെ പോയിട്ടാണ്. ഗൗരി ഇപ്പോൾ കുറച്ച് ഓക്കെ ആയില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ടാവും. അങ്ങനെയാണ് അവസ്ഥ. ഭക്ഷണം കഴിക്കുമ്പോൾ വൊമിറ്റ് ചെയ്യും, അല്ലാത്ത സമയത്ത് ആൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇവിടെ കടയൊന്നും മുകളിലില്ല, വിശക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഒരു ബണ്ണെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ഗണപതിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു അമ്പലം കൂടിയുണ്ട്, ശരിക്കും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ആടെയും കൂടി കയറിയിട്ട് മുകളിൽ കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങി. കാരണം എന്ന് വെച്ചാൽ നമുക്കിനി മൂകാംബിക കൂടി പോകാനുണ്ട്. രാത്രി ആവില്ലേ, ഇപ്പോൾ തന്നെ വൈകുന്നേരം ഏകദേശം ഒരു 6 മണി 6:30 ആയും തോന്നുന്നു എനിക്ക്. അപ്പോൾ ലേറ്റ് ആവണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങി. പൈസ കൊടുത്തവർക്ക് മാത്രം പോവില്ലല്ലോ. തിരിച്ചു വന്നിട്ട് ഞാൻ 10 രൂപ കിട്ടും. അപ്പം എനിക്ക് തന്നിട്ടില്ല, എനിക്ക് വെള്ളം മാത്രമേ തന്നിട്ടുള്ളൂ, തീർത്ഥം മാത്രമേ തന്നിട്ടുള്ളൂ. പൈസ കൊടുത്താൽ ഒന്നുമില്ല. തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് 10 രൂപ കിട്ടും. അപ്പം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് നമ്മൾ എവിടെയെങ്കിലും ഒരു ട്രിപ്പായിട്ട് പോകുന്നുണ്ടെങ്കിൽ, ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് പോലും സ്പെൻഡ് ചെയ്യാതെ ഓടി പഠിച്ച് വരിക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അനീഷേട്ടനെ വെച്ച് പോകുമ്പോൾ അങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് മാത്രമേ എവിടുന്ന് വരുത്തില്ലോ. പക്ഷേ ഇവിടെ കുറേ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. പിന്നെ ഈ ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ കടലും ആ ശിവൻ്റെ പ്രതിമയെല്ലാം കൂടിയിട്ടുള്ള ആ ഒരു വ്യൂ കാണാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനൊന്നും നിന്നിട്ടില്ല. കുറേ ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുന്നതാണോ എന്നറിയില്ല. അവിടെ കുറേ ആൾക്കാർ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മുരുടേശ്വരത്ത് നിന്ന് തിരിച്ച് മൂകാംബികയിലേക്ക് പോവാന്ന്. നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല, എല്ലാം അവിടെ ചെന്നിട്ട് വേണം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുഞ്ഞിനും വയ്യല്ലോ. ആ വിശേഷങ്ങളിലായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.